നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഫിംഗർ പ്രിന്റ് ഡിവൈസ് ഇഗ്രാമിൻ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എന്താണ് ഇഗ്രാമിൻ സ്റ്റോർ, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമൊന്നും പറഞ്ഞില്ല. CSCയുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോമുകളാണ് ഇഗ്രാമിൻ സ്റ്റോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനുശേഷം എങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ വെക്കാം, അതായത് പാൻ കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, പിന്നെ കിസാൻ സമ്മാൻ നിധി, അങ്ങനെയുള്ള കുറേ ഈ പോർട്ടലിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസുകളെ കുറിച്ച് നമുക്ക് അത് കഴിഞ്ഞ് പറയാം. തുടക്കത്തിലൊരു ഏകദേശം ഒരു ബേസിക് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് CSCയുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന എക്സ്റ്റേണൽ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചാണ്. അപ്പോൾ CSCയുടെ യൂസർ നെയിമോ ID ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് സർവീസ് കൊടുക്കാം. അത് CSCയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 10-12 പ്ലാറ്റ്ഫോമുകൾക്ക് മേളിലുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉപയോഗിച്ചൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ് പേജ് ജാൻകാരി സുവിധയിൽ കിടപ്പുണ്ട്. അത് ഞാൻ ഓൾറെഡി ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചതാണ്. അത് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് CSCയുടെ ഇഗ്രാമിൻ സ്റ്റോർ, CSCയുടെ ഇൻഷുറൻസ് പോർട്ടൽ, CSCയുടെ സഫാറോ എന്ന് പറയുന്ന പോർട്ടൽ, CSCയുടെ DigiPay എന്ന് പറഞ്ഞ പോർട്ടലാണ്. DigiPay എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യം നല്ലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ കയറി ഓരോ സർവീസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള കാര്യം, എങ്ങനെ ഒരു ബുക്കിംഗ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ഓർഡറൊക്കെ ചെയ്യാന്നുള്ള കാര്യം നമുക്ക് തൊട്ട് അടുത്ത വീഡിയോസിലേക്കായിട്ട് പോകാം. ഇന്ന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് പോർട്ടലിലെ കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇഗ്രാമിൻ സ്റ്റോർ എന്താണെന്ന് നോക്കാം. ഇന്നലെയല്ല, ലാസ്റ്റ് വീഡിയോ നമ്മൾ ഇഗ്രാമിൻ സ്റ്റോറിൽ കയറി എങ്ങനെ ഫിംഗർ പ്രിന്റ് ഡിവൈസ് ഓർഡർ ചെയ്യാൻ നോക്കിയിരുന്നു. അപ്പോൾ അതുകൂടാതെ എന്താണ് ഇഗ്രാമിൻ സ്റ്റോർ, എങ്ങനെയാണ് ഇഗ്രാമിൻ സ്റ്റോർ വർക്ക് ചെയ്യുന്നതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇഗ്രാമിൻ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണും പോലുള്ളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം തന്നെയാണ്. അത്രയും ഒരു ഹെവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാലും നമുക്ക് ആസ് എ VL നമുക്ക് വരുമാനം ഉണ്ടാകുന്ന രീതിയിൽ കസ്റ്റമേഴ്സിന് ഓർഡേഴ്സും ബുക്കിംഗൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ഇഗ്രാമിൻ സ്റ്റോർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻനിര കമ്പനികളുടെ പ്രൊഡക്ട്സ്, ഇപ്പോൾ മഹീന്ദ്ര, അതല്ലെങ്കിൽ റെനോൾട്ട്, ഏത്ര പോലുള്ള മുൻനിര കമ്പനികളുടെ വാഹനങ്ങൾ വരെ നമുക്ക് ഇതിൽ കസ്റ്റമേഴ്സിനായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഭാഗത്തെ കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് ആൾക്കാർക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾ സാധിക്കുമെങ്കിൽ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുവാണെങ്കിൽ ബുക്ക് ചെയ്ത് കൊടുക്കുക. ഇഗ്രാമിൻ സ്റ്റോറിൽ നിങ്ങൾക്ക് അങ്ങനെ വരുമാനം കണ്ടെത്താൻ സാധിക്കും. ഇനിയുള്ളതെന്ന് പറയുന്നത് CSCയുടെ ഇൻഷുറൻസ് പോർട്ടലാണ്. CSCയുടെ ഇൻഷുറൻസ് പോർട്ടലിൽ ലിങ്കും നമുക്ക് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ള ജാൻകാരി സുവിധയുടെ വെബ് പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പോർട്ടലിലേക്ക് പോകാം. CSCയുടെ ഇൻഷുറൻസ് പോർട്ടലിൽ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഇൻഷുറൻസ് ഏജൻസിയുടെയും സർവീസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ ലോഗിനും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ ആദ്യമായിട്ടൊന്ന് പോർട്ടലിലേക്ക് കയറി BLE സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഫീസ് അടച്ച്, ആ ഫീസ് അടച്ച ശേഷം അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി, ഏകദേശം 10-16 മൊഡ്യൂളോളം വരുന്നൊരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കി അതിൻ്റെ എക്സാം എഴുതിയതിന് ശേഷം മാത്രമേ ഇൻഷുറൻസിൻ്റെ സർവീസ് നമുക്ക് കസ്റ്റമേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ യൂസർ നെയിമും IDയും വെച്ച് മാത്രം ഇൻഷുറൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു പോർട്ടലിൻ്റെ പ്രത്യേകത ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സർവീസ് പ്രൊവൈഡേഴ്സും ഇതിലുണ്ട്. അപ്പം ഇൻഷുറൻസ് അത്യാവശ്യം നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ട് CSCയുടെ ഇൻഷുറൻസ് പോർട്ടൽ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അടുത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ CSC സഫാർ എന്ന് പറഞ്ഞൊരു പോർട്ടലാണ്. അത് നമുക്ക് ബസ് ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, കൂടാതെ ഹോട്ടൽ ബുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സർവീസ് പോർട്ടലാണ്. CSCയുടെ സഫാറിലേക്ക് കയറുക. ഇതിൽ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാനായിട്ട് സർവീസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് സർവീസാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ബസ് ടിക്കറ്റ് ആണോ, ഫ്ലൈറ്റ് ടിക്കറ്റ് ആണോ, ട്രെയിൻ ടിക്കറ്റ് ആണോ എന്ന് നോക്കി നിങ്ങൾ കൊടുക്കുക. ഇതിൽ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മാത്രം ഒരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അതായത് IRCTCയുടെ ഒരു ID നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് ഏകദേശം 2000 രൂപയോളം വരുന്ന ഒരു പേയ്മെൻറ്റ് കൂടി അടിച്ച് ഡീറ്റെയിൽസൊക്കെ എൻട്രി ചെയ്ത് കൊടുത്ത് നമ്മളൊരു IRCTCയുടെ ID എടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സർവീസസ് CSC സഫാറിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സർവീസ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഏത് സർവീസാണോ വേണ്ടത് ആ സർവീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സർവീസ് കൊടുക്കുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത സർവീസ് സെക്ഷൻ ഏതാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇഗ്രാമിൻ സ്റ്റോർ പറഞ്ഞു, ഇൻഷുറൻസ് പോർട്ടൽ പറഞ്ഞു, CSC സഫാർ പറഞ്ഞു. അതുകൂടാതെ ഒത്തിരി പോർട്ടലുകളുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കയറി നോക്കാം. ഞാനിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം വരുമാനം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന സർവീസ് പോർട്ടലുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി അടുത്തുള്ള DigiPay ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സർവീസ് പോർട്ടലാണ്. DigiPay ഉണ്ട്, DigiPay ലൈറ്റും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. DigiPayയുടെ കാര്യങ്ങൾ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അതായത് ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ DigiPayയുടെ സർവീസ് ഉപയോഗിക്കുന്നത്. അതിന് നിർബന്ധമായിട്ടും നിങ്ങൾക്ക്
ഫിംഗർ പ്രിൻറ്റ് ഡിവൈസ് വേണം, ATMിൽ നിന്ന് ക്യാഷ് വിഡ്രോ ആയിട്ട് മൈക്രോ ATM ഡിവൈസ് ഒക്കെ വേണം. അപ്പോൾ ഡിജിപേയുടെ കാര്യങ്ങൾ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അടുത്ത വീഡിയോസിലേക്ക് വൺ ബൈ വൺ ഓരോ പ്ലാറ്റ്ഫോമും എടുത്തിട്ട് നമ്മൾ എങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ ഡിജിപേയുടെ സർവീസ് എങ്ങനെയാണെന്ന് കാണിച്ച് തന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ബാക്കിയുള്ള ഇതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോ പ്ലാറ്റ്ഫോമും എടുത്ത് എങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ CSC എക്കോസിസ്റ്റത്തിൽ CSCയുടെ ഡിജിറ്റൽ സേവന പോർട്ടൽ കൂടാതെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാൻ കൂടി വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. CSCയുടെ എക്കോസിസ്റ്റത്തിൽ ഒത്തിരി പ്ലാറ്റ്ഫോംസ് വരുന്നുണ്ട്. നിങ്ങൾ അതിലെല്ലാം ഒന്ന് കയറി നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിന് ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഡിജിപേയുടെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചേ മാത്രമേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ പോലും തന്നിട്ടില്ല. കാരണം ഡിജിപേ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിപേയുടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് എംഫസൈസ് ചെയ്തുകൊണ്ട് ഇൻകേസ് ഒരു 10 മിനിറ്റിൽ മേലെ പോയാലും നമ്മൾ ഡിജിപേയുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളൊന്ന് കയറി നോക്കുക. ഇതുവരെ നിങ്ങളത് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ മടിക്കരുത്. നിങ്ങളെല്ലാവരും ലോഗിൻ ഉപയോഗിച്ച് CSCയുടെ ഡിജിറ്റൽ സേവാ പോർട്ടൽ കൂടാതെ CSCയുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന പോർട്ടലെല്ലാം കയറി നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.